ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ വീഡിയോയിൽ നമ്മൾ ADR എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ബാലൻസ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ മീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ആൻഡ് അതിൻ്റെ ബാലൻസാണ് ഇതിൽ പറയുന്നത്. സോ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ആർബിട്രേഷൻ ലോ എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ഈ ആർബിട്രേഷൻ ലോസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ആർബിട്രേഷൻ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. മറ്റേത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളതിൽ ADRൻ്റെ അകത്ത് വരുന്ന മെയിനായിട്ടുള്ള 3 ലോയെപ്പറ്റി പറഞ്ഞായിരുന്നു. 2 ആക്റ്റും 1 സെക്ഷനും പറഞ്ഞായിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർബിട്രേഷൻ, ADRൻ്റെ അകത്തെ ഒരു മെത്തേഡാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ആർബിട്രേഷൻ എങ്ങനെ ഡെവലപ്പായി എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആർബിട്രേഷൻ ലോസ് 3 എണ്ണമാണ് മെയിനായിട്ട് വരുന്നത്. അതിലൊന്നാമത്തതാണ് ദ ഇന്ത്യൻ ആർബിട്രേഷൻ ആക്ട് 1989, രണ്ടാമത്തത് ദ ആർബിട്രേഷൻ ആക്ട് 1940, പിന്നീടുള്ളതാണ് ദ ആർബിട്രേഷൻ ആൻഡ് കൺസിലേഷൻ ആക്ട് 1996. ഇത് 1915-ലും 1919-ലും 1921-ലൊക്കെ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ 1996 ആക്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ലോ, യൂണിസിട്രൽ ലോ എന്ന് പറയുന്ന ആ ഒരു ലോയിൽ നിന്നാണ്, അതിൻ്റെ ബേസിസിൽ ആ ഒരു മോഡൽ വെച്ചിട്ടാണ്, ആ മോഡൽ ലോയിൽ നിന്നാണ്, അതിൻ്റെ റെഫറൻസായിട്ടാണ് ഏത് വന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞ ആർബിട്രേഷൻ ആൻഡ് കൺസിലേഷൻ ആക്ട് 1996 വന്നത്. അപ്പം ഇത് വന്നതിന് ശേഷം ഈ ആർബിട്രേഷൻ ലോസ് അതായത് ഒരു വേൾഡിലുള്ള നമ്മുടെ പല കൺട്രീസ്, ഡിഫറെൻറ്റ് കൺട്രീസിൽ ആർബിട്രേഷൻ ലോയ്ക്ക് ഒരു യൂണിഫോമിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു എവല്യൂഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെയിനായിട്ടും ആ ഒരു ആക്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്, യൂണിസിട്രൽ മോഡൽ ഓഫ് ലോയെ പറ്റി. അത് യൂണിസിട്രൽ എന്താ നോക്കുക, യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ലോ 1985. ഇനി ഈ ലോയുടെ സ്കോപ്പ് എന്താണ്, ഇതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പം അത് നോക്കുമ്പം ഇപ്പം 2 പാർട്ടീസ് തമ്മിൽ ഒരു ഡിസ്പ്യൂട്ടുണ്ട്. അതിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് റൈറ്റ്സിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അതായത് 2 പാർട്ടീസിൻ്റെ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒബ്ലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. ഒന്നുകിൽ ഒരാളുടെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരാളുടെ ഒബ്ലിഗേഷൻ അയാൾ ചെയ്തില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു ഡിസ്പ്യൂട്ടിൽ വരുന്നത്. അപ്പോൾ സിവിൽ കോടതികൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിവിൽ കോടതി കോഗ്നിസൻസ് എടുക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സിവിൽ കോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോഗ്നിസൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സെക്ഷൻ 9 ഓഫ് CPC പ്രകാരം ആർബിട്രേഷനിലേക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അൺലെസ്, പറ്റാത്ത കണ്ടീഷൻസ് ആണ് പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ ഓർ ഈസ് ഒപ്പോസ്ഡ് ടു പബ്ലിക് പോളിസി. ഈ പറയുന്ന ഡിസ്പ്യൂട്ടിൻ്റെ അകത്ത് വരുന്ന മാറ്റർ എന്ന് പറയുന്നത് ലോ തന്നെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് പോളിസിക്ക് എതിരാണ്. അപ്പം ഇങ്ങനെ 2 കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. അല്ലാത്തടത്തോളം കാലം സെക്ഷൻ 9 പ്രകാരം ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നോർമലി കോടതികൾ കോഗ്നിസൻസ് എടുക്കുന്ന ഒഫൻസുകളാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 9 ഓഫ് CPC പ്രകാരം ആർബിട്രേഷനിലേക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ 1996 ആക്ടിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്സ് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഈ കൊമേഴ്ഷ്യൽ മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്സുകളും ഡിസൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു ആക്ട് പ്രകാരം വരാം. അപ്പോൾ ആ കൊമേഴ്ഷ്യൽ മാറ്റേഴ്സ് പറയുമ്പോൾ ഇപ്പോൾ ഷിപ്പിങ്, സെയില്, പർച്ചേസ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ, എൻജിനീയറിംഗ്, ടെക്നിക്കൽ അസിസ്റ്റൻസ്, സയൻറ്റിഫിക് നോഹൗ, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി, കൊമേഴ്ഷ്യൽ ഏജൻസി, ലേബർ, ഇങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്പ്യൂട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു 1996 ആക്ട് പ്രകാരം ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത്, ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ ഉള്ള, ഇന്ത്യക്ക് അകത്തുള്ള പാർട്ടീസ് തമ്മിലാണ് ഈ ഒരു ഡിസ്പ്യൂട്ട് ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇന്ത്യയിലുള്ളവർ തമ്മിലാണ് ഡിസ്പ്യൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ
നമ്മളതിനെ ഡൊമസ്റ്റിക് ആർബിട്രേഷൻ എന്ന് പറയും. ഇന്ത്യയിൽ തന്നെ ഉള്ള രണ്ടാൾക്കാരാണ് ഈ ഒരു ഡിസ്പ്യൂട്ടിലെ പാർട്ടീസ്. ഇനി അതല്ല, ഒരാൾ ഇന്ത്യക്കാരനും ഒരാളൊരു ഫോറിൻ കൺട്രിയിലെ ആളാണ് ഒരു പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവർ തമ്മിലാണ് ഡിസ്പ്യൂട്ട് നടക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലും പറ്റും. അതുപോലെ തന്നെ 2 ഫോറിൻ പാർട്ടീസ് തമ്മിലാണെന്നുണ്ടെങ്കിലും പറ്റും. 2 or more ഫോറിൻ പാർട്ടീസ് തമ്മിലാണെന്നുണ്ടെങ്കിലും പറ്റും. പക്ഷെ അതെങ്ങനെ ആയിരിക്കണം? ഹു എഗ്രി ഫോർ ദ ആർബിട്രേഷൻ അണ്ടർ ദ 1996 ആക്ട്, ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ. അപ്പം ഈ ഒരു ആക്ട് പ്രകാരം അവർ തന്നെ എഗ്രി ചെയ്യുവാണ്. ഇങ്ങനെ ഈ ഒരു ഡിസ്പ്യൂട്ടിൽ ഡിസിഷൻ കൊണ്ടുവരുത്താൻ വേണ്ടി അവർ തന്നെ ഫോറിൻ പാർട്ടീസും എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ട് പ്രകാരം ഇതിനെ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ. ഡൊമസ്റ്റിക് ആർബിട്രേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്പ്യൂട്ട്സ് പറയുന്നത് ഇന്ത്യയിലെ തന്നെ സിറ്റിസൺസ് തമ്മിലാണ്. പകരം ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഈ വേറെ പുറത്തുള്ള ഫോറിൻ കൺട്രീസിലുള്ള 2 ആൾക്കാരാണ് ഇവിടുത്തെ പാർട്ടീസ് എന്ന് പറയുന്നത്. ഇതാണ് സ്കോപ്പ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഈ ഒരു ആക്ടിൻ്റെ സ്കോപ്പ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് എസെൻഷ്യൽസ് ഓഫ് ആർബിട്രേഷനാണ്. ഒരു ആർബിട്രേഷൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് പാർട്ടീസിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം എത്ര പാർട്ടീസ് വേണം? 2 പേര് വേണം. ഒരു ഡിസ്പ്യൂട്ട് വരണം എന്നുണ്ടെങ്കിൽ മിനിമം 2 പാർട്ടീസ് അവിടെ വേണം. മാക്സിമം നമ്പർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും ആകാം. ഇതാണ് നമ്മൾ ആദ്യം പാർട്ടീസിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ വേണ്ട എസെൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ആർബിട്രേഷൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1996 ആക്ടിൻ്റെ അകത്ത്, അതായത് ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ടിൻ്റെ അകത്ത് സെക്ഷൻ 7 ക്ലോസ് 1 പ്രകാരം ആർബിട്രേഷൻ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് എൻ എഗ്രിമെൻറ്റ് ബൈ ദ പാർട്ടി ടു സബ്മിറ്റ് ടു ആർബിട്രേഷൻ all or certain disputes which have arisen or which may arise between them in respect of a defined legal relationship, whether contractual or not. അപ്പോൾ ആർബിട്രേഷൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഡെഫിനേഷൻ പറയുന്നതാണ് സെക്ഷൻ 7 ക്ലോസ് 1 എന്ന് പറയുന്നത്. അത് ഒരു എഗ്രിമെൻ്റ് ആണ്, ആ പാർട്ടീസ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ആർബിട്രേഷന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്? ഇവർ തമ്മിൽ എറൈസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫൈൻഡ് ലീഗൽ റിലേഷൻഷിപ്പ് കാണും. അതിപ്പോൾ കോൺട്രാക്ച്വലും ആകാം, അല്ലാതെ ആകാം. അതായത് ഒരു കോൺട്രാക്റ്റ് വഴിയാണ് ഇവർ ലീഗൽ റിലേഷൻഷിപ്പിൽ വന്നത്, അതല്ലെന്നെങ്കിലും ആകാം. അപ്പോൾ അങ്ങനെ ഒരു ഡിഫൈൻഡ് ലീഗൽ റിലേഷൻഷിപ്പിൻ്റെ ബേസിസിൽ ഇവർ തമ്മിൽ, 2 ആൾക്കാർ തമ്മിൽ എറൈസ് ചെയ്തതോ അല്ലെങ്കിൽ എറൈസ് ചെയ്യാവുന്നതോ ആയ ചില ഡിസ്പ്യൂട്ടുകളോ അല്ലെങ്കിൽ എല്ലാ ഡിസ്പ്യൂട്ടുകളോ അത് ആർബിട്രേഷന് മുന്നിലേക്ക് ഈ പാർട്ടീസ് തന്നെ ഒരു എഗ്രിമെൻ്റ് വഴി സബ്മിറ്റ് ചെയ്യുകയാണ്. ഇതിനെയാണ് നമ്മൾ ആർബിട്രേഷൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അതാണ് സെക്ഷൻ 7 ക്ലോസ് 1. സെക്ഷൻ ഓർത്ത് വെക്കുക, സെക്ഷൻ 7 ക്ലോസ് 1 ഏതിൻ്റെ സെക്ഷനാണ്? നമ്മുടെ ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് 1996. 1996 ആക്ട് എന്ന് പറയുന്നത്, ഈ ആക്ടിനെ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നതാണ് 1996 ആക്ട് എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിൽ വേണ്ട എസെൻഷ്യലും പറഞ്ഞല്ലോ. ഇനി 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട് ഓർ ഡിഫറൻസ്. ദർ ഷുഡ് ബി എ ഡിസ്പ്യൂട്ട് ഫോർ റെഫറൻസ് ടു ആർബിട്രേഷൻ. ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വേണം? ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരിക്കണം. ആർബിട്രേഷനിലേക്ക് റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരിക്കണം. ഇനി 4ാമത്തെ പോയിൻ്റാണ് ഡിസ്പ്യൂട്ട് ഓഫ് സിവിൽ നേച്ചർ. അപ്പം ഡിസ്പ്യൂട്ട് റെഫർ ടു ആർബിട്രേഷൻ മസ്റ്റ് ബി ഓഫ് സിവിൽ നേച്ചർ. Arbitrator has no power to award imprisonment or fine, and hence disputes involving criminal nature cannot be referred for arbitration. അപ്പോൾ അത് നമ്മളൊരു ഓർത്ത് വെക്കേണ്ട പോയിൻ്റാണ്. എന്താണ്? ഈ ആർബിട്രേഷനിലേക്ക് നമ്മൾ റെഫർ ചെയ്യപ്പെടുന്ന, ഇപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് റെഫർ ചെയ്യപ്പെടണം എന്ന് പറഞ്ഞു, ഒരു ഡിസ്പ്യൂട്ട് അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് ഒരു കണ്ടീഷൻ പറഞ്ഞത്. അടുത്ത കണ്ടീഷനിൽ പറയുന്നത് ആ ഡിസ്പ്യൂട്ട് ഏത് നേച്ചറിലുള്ളതായിരിക്കണം? ഒരു സിവിൽ നേച്ചറിലുള്ളതായിരിക്കണം. കാര്യം ക്രിമിനൽ നേച്ചർ എന്ന് പറയുമ്പം അവിടെ എപ്പോഴും നമുക്ക് പണിഷ്മെൻ്റാണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന പണിഷ്മെൻ്റ് എന്താണ്? ഇംപ്രിസൺമെൻറ്റോ അല്ലെങ്കിൽ ഫൈന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർബിട്രേറ്റർക്ക് ഒരിക്കലും ഈ ഫൈനോ ഇംപ്രിസൺമെൻറ്റോ പോലെയുള്ള
പണിഷ്മെൻറ്റ്സ് ഒന്നും അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള പവറില്ല, അധികാരമില്ല. അതുകൊണ്ട് തന്നെ ആർബിട്രേറ്ററിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ആർബിട്രേഷൻ്റെ മുന്നിൽ ക്രിമിനൽ നേച്ചറുള്ള കേസുകൾ റെഫർ ചെയ്യാൻ പാടില്ല. ഡിസ്പ്യൂട്ട് വരുന്നത് സിവിൽ നേച്ചറുള്ളതായിരിക്കണം. ഇതാണ് നമ്മുടെ ഈ ആർബിട്രേഷൻ്റെ എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. അപ്പം 4 കണ്ടീഷനാണ് അവിടെ പറഞ്ഞത്. പാർട്ടീസ്, ആർബിട്രേഷൻ എഗ്രിമെൻറ്റ്, ഡിസ്പ്യൂട്ട്, ദെൻ ഡിസ്പ്യൂട്ട് ഓഫ് സിവിൽ നേച്ചർ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾക്കിനി ബാക്കി അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.